നമ്മൾ പോയത് നമ്മളെ ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ടാണല്ലോ പോയത്. ജീവിക്കാൻ വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനെക്കാട്ടും നമുക്ക് കിടപ്പാടാണല്ലോ പ്രധാനം. കിടപ്പാടില്ലെങ്കിൽ എല്ലാം പോയില്ലേ. ഭക്ഷണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. Migration to the Middle East has shaped social and economic life of Kerala for decades. In the Malabar region especially, journeys to the Gulf have become part of everyday life, which is visible in the houses people build, the futures families imagine, and the constant movement of people leaving and returning. These migration stories are often told through the experience of men working in the Middle East. Their journeys have become to represent the dominant image of Gulf migration from Kerala. Yet alongside this history exists another story, one that often remains less visible. It is the story of women who migrate as domestic workers to the Middle East. Working inside private households, these women move through spaces that are rarely seen by the outside world. But their journeys are not defined by invisibility alone. They are also shaped by choices, aspirations, and the way women navigate migration on their own terms. ഞങ്ങൾക്ക് താമസിക്കാൻ പിന്നെ വേറൊരു സ്ഥലമില്ലല്ലോ. രണ്ടാം കല്യാണം കുറേ കാലം കഴിഞ്ഞ് മൂപ്പര് വരാണ്ടായി. പിന്നെ ഞാൻ മോളെ അങ്ങ് ഉമ്മൻ്റെ എരിയത്ത് വെച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിലൊക്കെ പണിക്ക് പോകും. ആ പണിക്ക് രാവിലെ പോയി വരും. അങ്ങനെ രാത്രി നിൽക്കൂല. അങ്ങനെ കുറേ കളിച്ച് പിന്നെയാണ് ഈ സൗദികൾക്കൊരു പേപ്പർ വരുന്നത്. For many migrants, the journey begins at a moment of uncertainty, shaped by fear, hope, and the pressures of everyday survival. The decision to migrate is rarely simple. It emerges from the complex realities of family responsibilities, financial hardship, and the promise of opportunity elsewhere. ബേജാറായിരുന്നു. അന്നത്തെ കാലത്ത് ഗൾഫിക്ക് പോകുമ്പോൾ തൊട്ടയാൾ വീട്ടിലെ ആൾക്കെന്ന് ഒരു വള വാങ്ങി പണയം വെച്ചിട്ടാണ് ഗൾഫിക്ക് പോയത്. കൊടുക്കാൻ യാതൊരു വഴിയും തന്നില്ല. അപ്പം എനിക്ക് 3 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് വിസ അടിച്ചിട്ടില്ലെങ്കിൽ ഈ 3 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ഞാൻ എൻ്റെ വള ബാങ്കിൽ നിന്ന് എടുത്ത് തരാം. ആരുമില്ലല്ലോ, നമുക്ക് സഹായത്തിന് ആളില്ല. ഇന്നിപ്പോൾ എനിക്ക് 1 ലക്ഷം 2 ലക്ഷം ചോദിച്ചാൽ ആൾക്കാർ കടം തരും. മുമ്പ് അങ്ങനെ ഇല്ലല്ലോ. നമ്മളിവിടെ ആകെ കറങ്ങി നടക്കല്ലേ. അപ്പോൾ അവൾക്കൊരു മടിയില്ലാതെ അവൾ 1 ലക്ഷം റുപ്യ ഒരു നമ്മൾ പ്രസവിച്ചെടുത്തിരുന്നു. ഒരു വള എടുത്തിട്ട് പണയം വെക്കാൻ തന്നെ വള പണയം വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഗൾഫിക്ക് പോയത്. ടിക്കറ്റിന് പോലും കൂടിയും പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇരുന്നോ. കൊണ്ടുപോയി ആദ്യമായിട്ട് പോയതാണല്ലോ. വിഷമത്തോടു കൂടി പോകല്ലേ. മോളൊട്ടിച്ച് പോണ വിഷമം, പൈസ ഇല്ലാത്ത വിഷമം. ആരോടോ 30,000 റുപ്യ കടാക്കിൻ്റെ അങ്ങനെ പൈസ വാങ്ങി തന്നിട്ടാണ് പോണത് തന്നെ. അപ്പം ഉമ്മക്ക് മോളെ ഏൽപ്പിച്ചു കൊടുത്ത് പോവുക. ഇവിടുന്ന് ഒരാൾ, ഞാൻ നിലമ്പൂരിൽ നിന്ന് പോരുക. അപ്പം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരു വിസയായിട്ട് വന്നിട്ട് ഒരാളെ തിരഞ്ഞ് കണ്ണൂർക്ക് പോവുക. അപ്പം ഞാൻ ആ ബസ്സിലുണ്ട്. ആ ബസ്സിൽ ഞാൻ കയറിയപ്പോൾ പറഞ്ഞു, താത്ത ഇജ്ജ് സൗദിക്ക് വരണോ ചോദിച്ചു. എങ്ങനെയാടാ പോരുകാരന്, വിസ ആണെങ്കിൽ ഞാൻ തരാറുണ്ട്. തരുമോ ചോദിച്ചു. തരും എന്ന് എന്നാൽ ഇജ്ജിൻ്റെ ഒപ്പം വാ, നമ്മൾ 2 കൂടി പോവുക അങ്ങോട്ട് കണ്ണൂർക്ക്. എങ്ങനെയാണ് ഞാൻ ഒമാനിൽ എത്തിപ്പെട്ടതെന്ന് പോലും എനിക്കറിയുന്നില്ല. കാരണം 1 മാസം കൊണ്ടാണ് എനിക്ക് പാസ്പോർട്ട് എടുത്ത് ഞാൻ പോയേക്കുന്നത്. ജനുവരി 1 9-ാം തീയതി, ജനുവരി 4-ാം തീയതി അങ്ങോട്ട് പാസ്പോർട്ടിൻ്റെ കിട്ടി. ജനുവരി 15 ഞാൻ ഇവിടുന്ന് പോകുന്നത്. പെട്ടെന്നായിരുന്നു പോക്കൊക്കെ. ഇവിടെ അടുത്തുള്ളൊരു കടയിലുള്ളൊരു ചേച്ചി മുഖാന്തരമാണ് ഞാൻ പോയത്. നേരിട്ട് എന്നോട് പറഞ്ഞ മേഡത്തിൻ്റെ അടുത്തേക്കല്ല ഞാൻ എത്തിപ്പെട്ടത്. ഒമാനിലേക്കാണ്. നേരിട്ട് നിങ്ങളുടെ അറിവ് ഒമാനിലേക്കാണ്. അപ്പോൾ മസ്കറ്റിൽ പോയി ഇറങ്ങിയാൽ മതി, അവിടെ വന്ന് ഒരു ഡ്രൈവർ കൂട്ടുമെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് വെച്ച് നമ്മുടെ ഫോൺ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അടുത്ത് നിന്നൊരാ മലയാളീൻ്റെ അടുത്തുനിന്ന് വൈഫൈ ഉപയോഗിച്ചിട്ട് വോയിസ് ഇട്ടു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് വലിയൊരു അറബിയാ വന്ന് കൂട്ടി. അപ്പോൾ തൊട്ടേ നമുക്ക് ടെൻഷൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ ചെന്ന പടിയെ ഇവർ നമ്മുടെ അടുത്ത് നിന്ന് ഫോണും പാസ്പോർട്ടോ വാങ്ങി വെക്കുക. അപ്പോൾ ഞാൻ ചെന്ന പടിയെ ഞാൻ ടെൻഷൻ അടിച്ചു പോയി. കാരണം ഞാനൊരു ട്രാപ്പിലാണോ വന്ന് പെട്ടേന്ന് വിചാരിച്ചിട്ട്. ആകെ 2 പെണ്ണുങ്ങളും ഒരു തടിച്ചിട്ടൊരു അറബിച്ച് ആണ്. അത് ശ്രീലങ്കക്കാരിയാണ് ഓഫീസിലെ മേഡം. അവർ നമ്മളോട് ഒരു മയത്തിലും അല്ല സംസാരിക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടേ, നമ്മൾ രാവിലെ അവിടെ എത്തി എന്നുള്ളൊരു കാര്യം പറയാൻ പോലെ. അപ്പോൾ അവർ പറഞ്ഞു ഓഫീസിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം നമ്മളെ ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നല്ല തണുപ്പിൻ്റെ കാലം. ആ കാലഘട്ടത്തിലാണ് അവിടെ ചെന്നിട്ടാണ് ഇറങ്ങണത്.
അതിൽ തമ്പുരാനെ ഇവിടെ വന്ന് വിശന്നിട്ടാണെങ്കിൽ നിൽക്കാൻ വയ്യ, വെള്ളത്തിന് ദാഹിച്ചിട്ട് വയ്യ, വീർത്തിട്ട് വയ്യ, ഭാഷ അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടപ്പെടുക. ഇല്ല, എന്നെ മാത്രം കയറ്റി വിട്ടതല്ലേ, എന്നെ മാത്രം കയറ്റി വിട്ടതാണ്. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും തമ്പുരാനെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. ആ നൃത്തത്തിൽ പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇവരിങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് നിർത്തും, കുറച്ച് നേരം അങ്ങോട്ട് നിർത്തും, അങ്ങനെ ഗതികെടുത്ത്. അതിലിടയ്ക്ക് എൻ്റെ കഫീൽ വന്ന്. ആദ്യം പോയത് സൗദിയില് ബത്തയിലാണ് പോയത്. അറിയാം. ആ വീട്ടിൽ അവിടെ ഇപ്പം 4-5 കുട്ടികളുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ റൂമിക്ക് അറബിയൊന്നും അറിഞ്ഞൂടാ. അപ്പം വീടൊക്കെ കാണിച്ചെന്ന് രാത്രിയാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയൊക്കെ കൈകൊണ്ട് ഇങ്ങനൊക്കെ ആടെ ഇവിടെ ഇങ്ങനെ ചെയ്യണമാണോന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്ന്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ കണ്ട് എനിക്കൊരു ഭക്ഷണം തന്നു. നമ്മൾ പാടത്തെ ഭക്ഷണം കഴിക്കൂലല്ലോ. അങ്ങനെ എനിക്ക് ഭക്ഷണം തരിക. ഞാൻ നോമ്പിനാണ് അവിടെ എത്തുന്നത്. ബോംബെക്കാണ് അന്ന് പോയത്. Once in the Gulf, men and women often enter very different worlds of work. Many of the women I spoke with worked as domestic workers inside private households. Their workdays were long, their mobility limited, and their labor largely invisible. In these spaces, the boundaries between work, rest, and personal life often disappeared. ഇട്ട ഡ്രസ്സ് വെച്ചാൽ പുൾക്കൈ അതന്നെ തട്ടം നല്ലോണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തീരെ ഒരു മുടിയും കാണിക്കാതെ അങ്ങനെ നല്ല ഇതിൽ നല്ല മറിച്ചിട്ട് അങ്ങനെ ഇടണമെന്നൊക്കെ അവർ ഞങ്ങളങ്ങനെ തന്നെ നിങ്ങൾക്ക് പാടുന്നുണ്ടല്ലേ. അതിനൊന്നും ഞങ്ങളൊരു വീഴ്ചയും വരുത്തിയില്ല. പിന്നെ അടിയിൽ മാക്സ് ഇട്ടാലും അതിൻ്റെ അടിയിൽ പാൻറ്റ് നിർബന്ധം അവർക്ക്. പിന്നെ നമ്മൾ പോയാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയില്ലേ, നമ്മളെന്തിനാ പോയത്? ഇവിടെ ഒരു വീടിൻ്റെ ആവശ്യത്തിനാണ് പോയത്. അപ്പോൾ നമ്മളെ പൈസ പോവാത്ത മട്ടത്തിലല്ലേ നമ്മളെന്തും ചെയ്യുള്ളൂ. പക്ഷെ പണി ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ 5 മണിക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉച്ചക്ക് 3 മണിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് വരെയും പണിയാണ്. അല്ലെങ്കിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അടിച്ചു കോരുക, മുറ്റടിച്ചു കോരുക, ഇസ്തിരി ഇടുക, തുണികൾ കഴുകുക, ബാത്റൂം കഴുകുക, വെച്ചുണ്ടാക്കാൻ എല്ലാതും അരിഞ്ഞു കൊടുക്കണം. കോഴിയാണെങ്കിൽ പീസാക്കി നേരാക്കി കൊടുക്കണം, മീനാണെങ്കിൽ പീസാക്കി കൊടുക്കണം, എല്ലാ പണി എടുക്കണം. ഒരു പണിയുണ്ട്, ഒരു പണി ഇല്ലാന്നില്ല. കുട്ടികളെ നോക്കണം, അവരെ പമ്പേഴ്സ് എടുത്ത് മാറ്റി ഇതാക്കണം. ഒരു ഒഴിവൊന്നുമില്ല. എന്നാലും നല്ല ആൾക്കാരാണ്, നല്ലൊരു മനസ്സ് സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് കിട്ടിയ വീട് പല വീടുകളുണ്ട്. അതിന് വേണ്ടി എൻ്റെ തൊട്ട വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു. അവൾക്കൊരു ഗ്ലാസ് ചായ പോലും എടുത്ത് കുടിക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് രാവിലത്തെ ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ അവർ പറയും കുടിക്കാൻ പാടില്ല, അവരെ ചായ കുടിക്കാതെ അവരെ ഫ്ലാസ്ക് തൊടാൻ പാടില്ല എന്നാണ് അവരെ കണക്ക്. എന്നോട് പറയുന്നത് നമ്മളെ വീട്ടിൽ ചായ കഴിഞ്ഞാൽ ഫ്ലാസ്കിൽ ചായ കഴിഞ്ഞാൽ വേറെ ചായ ഉണ്ടാക്കി വെക്കണം ബീസ, അല്ലാതെ ചായ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അതാണ് എൻ്റെ വീട്ടിലത്തെ ഓർഡർ. അപ്പോൾ ഈ വീട്ടിൽ മറ്റേ അടുത്ത അയൽവാസി പെണ്ണ് വന്ന് ഈ ചായ കുടിക്കുന്നത് കണ്ടാൽ എന്നോട് ചോദിക്കും, എന്താ അവളെ മാമൊന്നും കൊടുക്കണില്ലേ? മാമ എന്നാണ് അറബിച്ചിനെ വിളിക്കുക. അവളെ മാമൊന്നും കൊടുക്കണില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഫ്ലാസ്കുമ തുറത്താൽ ചീത്ത പറയും. ആരാണ് ഫ്ലാസ്ക് തുറന്നത്? ഇവിടെ അഹമ്മദ് കുടിക്കാണ്ട്, മഹമ്മദ് കുടിക്കാണ്ട്, യാസർ കുടിക്കാണ്ടെന്നും പറഞ്ഞിട്ട് കളവി ചീത്ത അറിയും. അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ആ പെണ്ണ് ഇവിടെ വന്നിട്ടാണ് ചായയും ഭക്ഷണമൊക്കെ കഴിക്കൽ. ആ ഒരു ഉമ്മയാണ്, ആ ഉമ്മേനെ നോക്കാനായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതിനാണ് ഇച്ചിരി മെൻ്റലി പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. അതെനിക്ക് ഭക്ഷണവും തരില്ല, ഉറങ്ങാനും സമ്മതിക്കില്ല, വെള്ളവും തരില്ല, ഒന്നും തരാതെ 6 മാസം ഞാനതിൽ അവിടെ കഷ്ടപ്പെട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ഫുഡാണെങ്കിലും എനിക്കൊന്നും തരില്ല, അവർ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. അത് അതിനിഷ്ടമല്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതിനിഷ്ടമല്ല. അത് ഇച്ചിരി ഇച്ചിരിയൊക്കെ തരുള്ളൂ. നമുക്ക് ഇപ്പം ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിലും അവരുടെ ബാലൻസ് ആണെങ്കിലും സെർവൻറ്റിന് കഴിക്കാമല്ലോ, അതുപോലും ഇതിൽ വെക്കാൻ പറയും, ഫ്രിഡ്ജിൽ വെക്കാൻ പറയും. ഒന്നാമത് എനിക്ക് ഭാഷ അറിയാത്തതിൻ്റെ വിഷയം, ആദ്യമായിട്ട് ചെന്നതാണ്, ഞാൻ ആദ്യമായിട്ട് പോയതുമാണ്. എനിക്ക് ഭാഷ അറിയാത്ത 1.5 മാസം ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല. ഇവിടുന്ന് അറിയുന്ന ഇംഗ്ലീഷ് പോലും അവിടെ ചെന്ന് പറയാതെ പോയൊരു ടെൻഷൻ കയറിയിട്ട് നമുക്ക് ആകെ മെൻ്റലി ഇതായി. ബാബ മുഷ്കിലാന്ന് പറയാൻ കാരണം അയാൾ ഇങ്ങനെ എന്തോ നമ്മൾ പെണ്ണുങ്ങളെ വയ്യേക്ക് ഇങ്ങനെ നടക്കി അങ്ങനത്തെ ഒരു വെറിയ ഒരു പ്രായമുള്ള മനുഷ്യനെ വളഞ്ഞണ്ട്. അപ്പം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നല്ല വണ്ടിയായിരുന്നു, അത്രയും നീളമായിരുന്നു സൗദിയിലെ വണ്ടി. ആ വണ്ടി ഇടിച്ചിട്ട് കുട്ടി മരിച്ചു. അപ്പം എനിക്ക് ഭയങ്കര വിഷമായി. നമ്മളിവിടെ നമ്മളെ മക്കൾക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കും, സ്നേഹം മുഴുവൻ അവിടുത്തെ മക്കൾക്കല്ലേ. അങ്ങനെ ആ കുട്ടി മരിച്ചപ്പോൾ ഭയങ്കര സങ്കടമായി.
അതിലങ്ങനെ വിഷമിച്ച് നിൽക്കാൻ നേരത്തെ ജോലി ചെയ്യുന്നില്ല, അറിവ് വീട്ടിലെ ജോലി ചെയ്യുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ വല്ല കല്യാണം ഉണ്ടാകണ മാതിരിയാണ്. ഭക്ഷണം ഉണ്ടാക്കലും ആൾക്കാർ വരവും സലാം പറയാൻ വരവും അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടുമായിട്ട് ഞാൻ ആകെ ഇടങ്ങാറായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക്. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു, ഈ റൂമിലെ മജ്ലിസിലെ എല്ലാ സാധനങ്ങളും നീ കഴുകണം എന്ന് പറഞ്ഞു. ഇതൊക്കെയും കഴുകണം, അങ്ങനെ അവിടെ ശരിയാക്കണം, ഇവിടെ ശരിയാക്കും. അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് ഭക്ഷണം കഴിച്ചിട്ട് 6 ദിവസമായിക്കും. എനിക്ക് ഈ കുട്ടി മരിച്ച ഭയങ്കര സങ്കടം. എൻ്റെ ഈ മേഴ്സി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും, നഫീസ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി മരിച്ചപ്പോൾ സങ്കടം നിൽക്കുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോണില്ല. ജ്യൂസോ ആപ്പിളോ ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാമെന്നല്ലാതെ ചോറേ വേണ്ട. ഒരു ഇത്തിരി കേബേജ് ഉപ്പേരി വെച്ചിട്ട് ഞാൻ അന്ന് എനിക്കത് കൂട്ടിയിട്ട് ചോറ് തിന്നാന്നും ചെയ്ത് കാത്തു നിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് സഫർ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് തള്ള ഇതൊക്കെ കഴുകണം. അപ്പോൾ മനസ്സുസായി എനിക്ക് ഭയങ്കര അടിവയറ് വേദനയും സഞ്ചാരമാണ്. അപ്പം ഞാൻ ഓടിഞ്ഞോട് പറഞ്ഞു, നഫീസ ഇത് മുഴുവൻ എടുത്തിട്ട് കഴുകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മാമ ഇപ്പം സമയം 3 മണിയായി, ഞാൻ ഇപ്പോൾ എപ്പോഴാണ് കഴുകുക? ഞാനാകെ താഴ്ബാനായി എന്ന് പറഞ്ഞാൽ ആകെ ക്ഷീണിച്ചിരിക്കണു. അപ്പം ഞാൻ എപ്പോഴാണ് മാമ അത് കഴുകാന്ന് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞു, പിന്നെ 6 മാഫി കഥ സൊവി ഫില്ലേന്ന് പറഞ്ഞു. അതായത് പകൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പകൽ കഴിഞ്ഞിട്ട് രാത്രി ചെയ്ത പണിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് രാത്രി ഉറങ്ങണ്ടേ, ഞാൻ ഇൻസാനല്ലേ ചോദിച്ചു, ഞാൻ മനുഷ്യനല്ലേ. അങ്ങനത്തെ വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം ഞാൻ ഈ പൈപ്പ് വെള്ളമാണെങ്കിലും വെള്ളമാണല്ലോ എന്ന് വെച്ച് അത് വലിയ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് കുടിച്ചു. പിന്നെ കുളിക്കുന്നതൊക്കെ ഈ തിളച്ച പോലത്തെ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പം ഞാൻ ഒരു ബക്കറ്റ് പുറത്ത് കിടന്നത് ബാത്റൂമിൽ കൊണ്ടുവച്ച് വെള്ളം പിടിച്ചു വെച്ചു. ഈ മോളും ഉമ്മയും കൂടി ആ ബക്കറ്റ് അടക്കം എവിടെ കൊണ്ടുപോയെന്നറിയില്ല. അതുപോലും ചെയ്യരുതെന്ന് കണക്കൂട്ടില്ല. നമുക്ക് ആ ചൂടുവെള്ളം തലയിൽ പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളം പിടിച്ചു വെച്ച വെള്ളം അത് മറിച്ചറിഞ്ഞിട്ടാണെന്ന് അറിയില്ല. ഞാൻ പോകുന്ന വരെ ആ ബക്കറ്റ് ഞാൻ അവിടെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ദുഷ്ടന്മാരാരെങ്കിലും ഉണ്ടാവും. അങ്ങനെ എനിക്കറിയില്ല അവരെന്താ അങ്ങനത്തെ സ്വഭാവം. നോ AC, നോ വാഷ്റൂം ഉപയോഗിക്കണ്ട, ഞാൻ കുളിക്കണ്ട, നോ ഫുഡ്. എനിക്ക് അന്ന് രാത്രി ഫുഡില്ല. പിറ്റത്തെ ദിവസം 2 മണി വരെ പച്ചവെള്ളം പോലും തരാതെ തന്നെ ആ വീട്ടിൽ കിടത്തി. ആ 2ാമത് പോയ വീട്ടിൽ അവർ ഞാൻ റിട്ടേൺ പോരാന്ന് പറഞ്ഞുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമേ അത്ര ദുരിതം വന്നിട്ടുള്ളൂ. അയ്യോ അത് ഭയങ്കര ദുഃഖം. എനിക്ക് ഓവർഫ്ലോ ആയിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ സമയത്ത് ഇവിടെ ഞാൻ പാഡൊക്കെ കൊണ്ടുപോയായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് തുണിയും കൂടി വെച്ചാലേ നടക്കുള്ളായിരുന്നു. അപ്പം ഞാൻ ഈ തുണി കഴുകുന്ന കണ്ടിട്ട് ആ ഉമ്മ അന്നത്തെ ദിവസം അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല. ഭയങ്കരമായിട്ട് അത് ദേഷ്യപ്പെട്ട് എന്നോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അത് പുറത്തു പോയിരിക്കുക. അപ്പോഴാണ് എനിക്ക് ഇതിനെന്തോ അസുഖമാണെന്ന് തന്നെ മനസ്സിലായി തുടങ്ങിയത്. Over time, the demands of work began to leave their mark on the body. Migrants spoke about exhaustion, illness, anxiety, and isolation while working abroad. For many women, health concerns, particularly related to food, stress, and reproductive health, were rarely acknowledged within the systems that employed them. ഞങ്ങളൊന്നിനും പോക്കില്ല പുറത്തേക്ക്. ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ നേരത്തെ അല്ലെങ്കിൽ നോമ്പ് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ ഒക്കെ പോകുള്ളൂ. അല്ലാതെ ഞങ്ങൾ പുറത്തങ്ങനെ ഇറങ്ങൂലായിരുന്നു. ഞാനും പോകില്ല, താത്തയും പോകില്ല. പിന്നെ കത്ത് മാത്രം. ഈ 2 കൊല്ലവും 3 മാസവും അവിടെ നിന്ന് വരെ കത്താ. ഒരക്ഷരം ഒരാളോട് മിണ്ടാൻ പറയാനും ആയില്ല. ഒരു പ്രാവശ്യം കണ്ട് മക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോയി. അല്ലാതെ വേറെ ഒന്നിനും പുറത്തു വിട്ടിട്ടില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ബാങ്കിൽ പോയത്. Despite the scale of migration from Kerala, many migrants described feeling distance from the institutional support systems. For women domestic workers in particular, the structures meant to support migrant labor often remain difficult to access, leaving their struggles largely unrecognized and invisible. ഇപ്പം വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ കൊണ്ടുപോകുന്നതാണ്. ഗ്രാമങ്ങളെ കാര്യം ആണ് അധികവും അവരെ ജോലി ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസുകളിലൊക്കെ ജോലിക്ക് കൊണ്ട്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ അധികം അങ്ങനെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ പോകുക എന്നല്ലാതെ ഇത്തരം മേഖലയിൽ അവർ കൂടുതൽ ആൾക്കാരുണ്ടാവില്ല. പിന്നെ വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്ന വീടുകളിലൊന്നും നമുക്ക് കയറാൻ പാടില്ല. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ക്ഷേമനിധി അല്ലെ ഏത് വിഷയത്തിൽ നമുക്ക് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നിനില്ല. ഇല്ല, ഞാൻ പോയി എന്നുള്ളത് തന്നെ ഇല്ല. അങ്ങനെ ആയാൽ എന്തെന്നു അതൊന്നും ചെയ്തിട്ട് നോക്കിയിട്ടൊന്നുമില്ല.
അതിനൊക്കെ ആരോ വേണ്ട എന്തോ പോകുക. ഞാനിങ്ങനെ ഓരോരോ പുരയും തേടി നടക്കുന്നു, ഇങ്ങനെ പോരുന്ന് വരുന്ന ഓരോരായാലുമായിട്ട് ഒരു കയ്യിൽ. ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇല്ലല്ലോ. അത് നമ്മൾ വെച്ചാൽ നോക്കാത്ത അവിടെ വിട്ട് പീഡിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് അറിയിപ്പിനെ കൊടുക്കേണ്ടിയുള്ളൂ. അങ്ങനെ ഇഞ്ച സാധനമൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞയച്ചു കേട്ടോ, നല്ലോണം പറഞ്ഞയച്ചു, ടിക്കറ്റൊക്കെ എടുത്ത് തന്ന്. അങ്ങനെ നാട്ടിൽ വന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് ഇനി എന്നാ പോണേ, ലീവ് എത്രയാന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് അവർ പറയുക പാസ്പോർട്ട് കുറൂജ് അടിച്ചിരിക്കുന്നു. അത് ഞാൻ സ്വന്തം പോണേന് ഇഷ്ടമല്ലായിട്ട്. അപ്പം ഉമ്മൻ്റെ അടുത്തുനിന്ന് പിന്നെ വികൃതിയൊക്കെ കളിക്കും. അപ്പോൾ കുട്ടികൾ വലുതാകുമ്പോൾ ആൺകുട്ടികളല്ലേ, വലുതാകുമ്പോൾ പുറത്ത് പോകുക, അങ്ങനെ കൂട്ടുകാരൊപ്പരം കൂടിയിട്ട് സ്കൂളിൽ പോവാതെക്കുക, അങ്ങനെ കറങ്ങി നടക്കുക. അപ്പം ഉമ്മ പറഞ്ഞു മോളെ ഇനി ഇങ്ങ് പോര്. ചിലർ പറഞ്ഞു ഞാൻ അറബിച്ചിനെ കൊന്നിട്ടാ വന്നേന്ന്, ജയിലായിരുന്നു, അങ്ങനെ പറഞ്ഞവരുണ്ട്. പിന്നെ എൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ദയനീയമായിട്ടാ തിരിച്ചു വന്നത്. Returning home is often imagined as the end of the migrant journey. Yet for many returning migrants, it marks the beginning of another set of challenges, adjusting to the life after years in abroad, finding a new job, coping with health concerns, and finding a place with changing social and economic realities. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിപ്പോയായിരുന്നു. മരിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഞാൻ വന്നത്. പിന്നെ അങ്ങനെ കടത്തിലും ഇനി മുങ്ങാനൊന്നും ബാക്കിയില്ല. എന്താ ഇപ്പം ഞാൻ ഇവിടെ ഒരാൾ വന്നേനു, ഇവിടുന്ന് പോകുമ്പോൾ വേറൊരു വീട് നോക്കി വെച്ചിട്ടാണ് എനിക്കിപ്പം ഇവിടുന്ന് ഇറങ്ങണം. 80,000 രൂപയുണ്ട് നാദാപുരത്തെ വരെ കൊടുക്കാൻ. പിന്നെ 2 വർഷം കൂടുമ്പോൾ വരും പോകും, ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. ടിക്കറ്റ് തരും, ഡ്രസ്സ് തരും, എല്ലാവരും തരും. ഇന്നിപ്പോൾ ഞാൻ ഈ മാസം കൂടി എന്ന് പറയാം, അവർ കുറച്ച് പൈസ എനിക്ക് മാസം വെച്ചിട്ട് അയച്ചു തരുന്നുണ്ട്. അതാ പറഞ്ഞാൽ പോയി പെട്ട വീട് നല്ലൊരു വീടാണ്, പക്ഷേ ജോലി ഇഷ്ടം പോലെയാണ്. മൂഷിക സ്ത്രീ തന്നെയായി. കലയിലൂടെയും സംസ്കാരത്തിലൂടെയും പാട്ടിലൂടെയും അങ്ങനെ പലതും. കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്ന, നാടിനെ പിരിഞ്ഞിരിക്കുന്ന, നാട്ടിലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും, സ്വന്തം മക്കളുടെ കല്യാണത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത, സ്വന്തം സഹോദരിമാരെ വേറൊരുത്തിന് കൈ പിടിച്ച് കൊടുക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ പറ്റാത്ത 10,000 ഗൾഫിൽ ഉണ്ടായിട്ടുണ്ട്. The stories shared in this documentary reveals the many layers of migration that often remain hidden behind the narratives of success and economic mobility. For the women who migrated as domestic workers, labor in the Gulf was not only physically demanding but deeply isolating. Like many male migrants, they endured long working hours, exhaustion, and the strain that migration placed on their bodies. Yet their experiences were shaped by an additional burden. Alongside their work in abroad, many continued to carry the emotional and social responsibilities of their families back home, caring from a distance, sending money, and negotiating expectations placed upon them as daughters, mothers, and wives. Migration for these women was therefore not only a story of labor but also of endurance, of managing both physical demands of work and the mental weight of responsibility. And yet, their contribution often remain unseen within the broader narratives of migration from Kerala.